ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻട്രി ടെക്നിക്കൽ എക്സാംസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ AAI ATC എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ന്യൂസുമായിട്ടാണ് നമ്മളിന്നിവിടെ വന്നിരിക്കുന്നത്. AAI ATC എക്സാംസിൻ്റെ അപ്കമിങ് വേക്കൻസീസ് എത്രയാണ് എന്നതിനെ പറ്റി നമുക്ക് ഒഫീഷ്യൽ ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ ഇനി അപ്കമിങ് വരുന്ന എക്സാംസിലെല്ലാം തന്നെ ഈ ഒരു നമ്പർ ഓഫ് വേക്കൻസീസിൻ്റെ എഫക്റ്റ് എന്തുമാത്രമായിരിക്കും തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ ആദ്യം നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ ആ ഒഫീഷ്യൽ ആയിട്ടുള്ള ആ ഒരു ഷോർട്ട് നോട്ടീസ് നമുക്ക് ജസ്റ്റ് ഇവിടെ ഒന്ന് കാണാം. ഇതിനൊരു നോട്ടീസ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ബേസിക് ആയിട്ടുള്ള RTI റൈറ്റ് ടു ഇൻഫർമേഷൻ ക്വയറിയുടെ ആൻസർ ആണ് ഇവിടെ കാണുന്നത്. സോ ഒരാൾ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ATCOസിൻ്റെ, അതായത് എയർ ട്രാഫിക് കൺട്രോളേഴ്സ് ഓഫീസേഴ്സിൻ്റെ സ്ട്രെങ്ത് എത്രയാണ് ഇന്ത്യയിൽ, അതിലിപ്പം എത്ര വേക്കൻസീസ് നിലവിലുണ്ട്, ഇനി എപ്പോഴാണ് അതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് വരുന്നത്, ഓരോ സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ഒരു റീജിയനിൽ വന്നിരിക്കുന്ന വേക്കൻസീസ് എത്രയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ഈ റെഡ് കളറിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷൻ്റെ ഭാഗത്തു നിന്നുമുള്ള ക്വയറിയുടെ ആൻസർ ആണ് നമുക്കിവിടെ കറക്റ്റ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിലവിൽ ഇന്ത്യയിൽ വരുന്ന ATCOകളുടെ എണ്ണം എന്ന് പറയുന്നത് 5537 ആണ്. അതിൽ 1243 വേക്കൻസി ഇനി ഉണ്ട് എന്നാണ്. സോ കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് 2022, 23, 24 ആയിട്ട് 1252 ATCസിനെ റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞു. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇവിടെ ഇനി വന്നിരിക്കുന്ന വേക്കൻസീസ് ആണ് ഇവിടെ 1, 2 നിങ്ങൾക്ക് ഇവിടെ ക്ലിയർ ആയിട്ട് കാണാം, 4, 3 ആയിട്ട് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി വേക്കൻസീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 391 വേക്കൻസീസ് നോർത്തേൺ റീജിയനിലുണ്ട്. സതേൺ റീജിയനിലേക്ക് 326 വേക്കൻസി ഉണ്ട്. അപ്പോൾ ഇന്ത്യ ഉടനീളം ഇത്രയും വേക്കൻസി ഉള്ളപ്പം സതേൺ റീജിയനിൽ മാത്രം ഇത്ര നമ്പർ ഓഫ് വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു റൈറ്റ് ടു ഇൻഫർമേഷൻ ക്വയറിയുടെ ഒരു ആൻസറിൻ്റെ ഒരു ചെറിയ സമ്മറി അല്ലെങ്കിൽ ജസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് എന്തൊക്കെയാണ് മനസ്സിലാക്കാനുള്ളത്, നമ്മുടെ ടേക്ക് അവേ പോയിന്റ്സ് എന്തൊക്കെയാണ്, അതാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. സോ ബേസിക്കലി നമുക്ക് ഇതിൽ നിന്നും അറിയാൻ പറ്റുന്ന ഏറ്റവും ആദ്യത്തെ കാര്യം സാങ്ഷൻഡ് ATCസിൻ്റെ സ്ട്രെങ്ത് തന്നെയാണ്, അല്ലേ. സോ ടോട്ടൽ നമ്പർ ഓഫ് ATCs അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം ഇന്ത്യയിൽ വരുന്നത് 5537 ആണ്. ഇന്ത്യയിൽ AAI എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ മാനേജ് ചെയ്യുന്ന എയർപോർട്ട്സിലാണ് ഇവരുടെ ഡിപ്ലോയ്മെൻറ്റ് വരുന്നത്. അപ്പോൾ ഇനി നമ്മുടെ ഈ തന്നിരിക്കുന്ന 5537 വേക്കൻസീസിൽ ആകെ നമുക്ക് 1243 വേക്കൻസീസ് ഇനിയും ഫിൽ ആവാനുണ്ട് എന്നാണ് അർത്ഥം. അതിൽ തന്നെ സതേൺ റീജിയനിൽ, അതായത് നമ്മുടെ റീജിയനിൽ 326 വേക്കൻസീസ് ആണ് വന്നിട്ടുള്ളത്. ഇതാണ് കറണ്ട് വേക്കൻസീസിൻ്റെ ഒരു സ്റ്റേറ്റസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി വീണ്ടും കഴിഞ്ഞ 3 വർഷങ്ങളിൽ നമുക്കറിയാം 2022-ലും 23-ലും 24-ലും റിക്രൂട്ട്മെൻറ്റ് ഉണ്ടായിരുന്നു. 2024 നടന്നിട്ടുണ്ടായിരുന്നത് 2023-ൻ്റെ ലാസ്റ്റ് ആ ഭാഗത്തായിരുന്നു 2024-ലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് നടന്നത്. അത് കഴിഞ്ഞ് എക്സാമിൽ ത്രൂ ഔട്ട് 2024-ൽ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 2025-ലാണ് കഴിഞ്ഞ എക്സാം നടന്നത്, അല്ലേ. അപ്പോൾ ഈ 3 എക്സാംസിലും കൂടെ റിക്രൂട്ട് ചെയ്തിരിക്കുന്നത് 1252 ATCസിനെയാണ്. അപ്പോൾ കഴിഞ്ഞ 3 സൈക്കിൾസിലും റിക്രൂട്ട് ചെയ്ത വേക്കൻസീസിൻ്റെ ഓൾമോസ്റ്റ് എണ്ണം ഇപ്പോഴും സ്റ്റിൽ വേക്കൻ്റ് ആയിട്ട് തുടരുകയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, ഇവിടെ റിക്രൂട്ട് ചെയ്തിരിക്കുന്നതിൽ നിന്നും വീണ്ടും നമുക്ക് ഇനി വരുന്ന നോട്ടിഫിക്കേഷനിലും ഒരു കൺസിഡറബിൾ നമ്പർ ഓഫ് വേക്കൻസീസ് ഉണ്ടാകും തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മറ്റൊരു കാര്യം, ഇവിടെ നടന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റുകളെല്ലാം തന്നെ പെർമനൻറ്റ് പോസ്റ്റുകളിലേക്കാണ്, ഒന്നും ടെമ്പററി പോസ്റ്റിംഗ് അല്ല, എല്ലാം തന്നെ പെർമനൻറ്റ് പോസ്റ്റുകളിലേക്കാണ് റിക്രൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത വരുന്ന സൈക്കിളിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള വേക്കൻസീസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ അപ്പോൾ ഇവിടെ നിന്നും നമ്മുടെ ഫ്യൂച്ചർ എക്സാംസിൽ വരുന്ന ഇംപ്ലിക്കേഷൻ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഹൈ വേക്കൻസി കൗണ്ട് ആണ് ഇനി വരുന്ന എക്സാംസിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഇത് വീണ്ടും ഈ സൈക്കിൾസിൻ്റെ ഫ്രീക്വൻസി, റിക്രൂട്ട്മെൻറ്റ് സൈക്കിൾസിൻ്റെ ഫ്രീക്വൻസി കൂടാനായിട്ട് സാധ്യതയുണ്ട്. സോ ഇവിടെ ഒരു നേഷൻ വൈഡ് ആയിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് ഡ്രൈവ് തന്നെയായിരിക്കും നടക്കുക, കാരണം ഓരോ റീജിയനിലും ഇത്രയധികം വേക്കൻസീസ് വരുന്നതുകൊണ്ട്. ഓക്കെ, സോ ഇവിടെ ഓൾറെഡി 2025 ജൂലൈയിൽ നമുക്ക് എക്സാം വന്ന് കഴിഞ്ഞു. സോ നെക്സ്റ്റ് എക്സാമിൽ തന്നെ അല്ലെങ്കിൽ അടുത്ത സൈക്കിളിൽ തന്നെ ഈ നമ്പർ ഓഫ് വേക്കൻസീസ് കൂടുതലും ഫില്ല് ചെയ്യപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ച് അടുത്ത എക്സാം എപ്പോഴായിരിക്കും എന്നൊക്കെ നമുക്ക് ചെറുതായിട്ട്
ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? സോ നിങ്ങൾക്കറിയാമല്ലോ നോർമലി എപ്പോഴാണ് നോട്ടിഫിക്കേഷൻ വരിക. സോ ഇതിന് മുമ്പത്തെ കേസിലും ഇതുപോലെ തന്നെ ഒരു ക്വരിയുടെ ആൻസർ ആയിട്ട് നമുക്ക് ഇത്ര നമ്പർ ഓഫ് വേക്കൻസീസ് ഉണ്ട് എന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. 1600 സംതിങ് ആയിരുന്നു അന്നേരം വേക്കൻസീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്നും 300+ വേക്കൻസീസ് റിക്രൂട്ട്മെൻറ്റ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു 2025 നോട്ടിഫിക്കേഷൻ വന്നത്. സോ അതിൽ നിന്നും കുറഞ്ഞ് ബാക്കി വരുന്ന 1200 വേക്കൻസീസ് ആണ് ഇനിയും ഫില്ല് ചെയ്യാനുള്ളത്. സോ ഇങ്ങനെ ഒരു ക്വരീൻ്റെ ആൻസർ വന്നു കഴിഞ്ഞ് ഏകദേശം ഒരു 6 to 12 months ഉള്ളിൽ തന്നെ എക്സാം നടക്കാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ എക്സാം നടക്കണമെങ്കിൽ അതിന് മുമ്പ് നോട്ടിഫിക്കേഷൻ വരണം. സോ ഇവിടെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഈ സാധാരണ വരുന്ന ഒരു സൈക്കിൾ വെച്ച് നോക്കുമ്പോൾ ഒന്നുകിൽ ഡിസംബർ, അതായത് ഈ വർഷത്തിൻ്റെ അവസാനം, അല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ വരുമെന്നാണ് നമ്മളിവിടെ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സോ ഇവിടെ കറൻറ്റ് സ്റ്റാഫ് 5000 ആണ്. അതിൽ തന്നെ 1200ഓളം ആൾക്കാരില്ല എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് 20% ഷോർട്ടേജ് ആണ്. സോ ഉടനെ തന്നെ റിക്രൂട്ട്മെൻറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് ഇവിടെ കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് ഇവിടെ പറയാനുള്ളത്. സോ അപ്പോൾ ഇനി എങ്ങനെയാണ് ഈ എക്സാം നടക്കുക, എത്ര സ്റ്റേജസ് ഉണ്ട്, ഏതൊക്കെ കോഴ്സ് പഠിക്കണം, ഏത് ബുക്സ് ആണ്, ഇതൊക്കെ നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എന്നാലും നിങ്ങൾക്ക് അങ്ങനെയല്ല, ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ നിങ്ങൾക്ക് നമ്മളെ കണക്ട് ചെയ്യാം. ഈ എക്സാമിനെ പറ്റിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ നമ്പറിൽ നിങ്ങൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനി എക്സാമിന് നിങ്ങൾ ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളാണെങ്കിൽ പോലും ഒരു ബിഗിനർ ലെവൽ പ്രിപ്പറേഷൻ തൊട്ട് എക്സ്പേർട്ട് ലെവൽ പ്രിപ്പറേഷന് വരെ വേണ്ടിയിട്ടുള്ള കോഴ്സ് എൻട്രി ആപ്പിൽ നമ്മൾ ATC എക്സാമിന് വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ അറിയാനും നിങ്ങൾക്ക് ഇതേ നമ്പറിൽ തന്നെ നമ്മളെ കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാലോ ATC JEE എന്ന് പറയുന്നത് വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഹൈ പേയിങ് ആയിട്ടുള്ള ഒരു ജോബാണ്, പെർമനൻറ്റ് ജോബാണ്, സെൻട്രൽ ഗവൺമെൻറ് ജോബാണ്. സോ അതിൻ്റെ എല്ലാ പേഴ്സും അലവൻസുകളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ മിസ്സാക്കി കളയരുത്. 2025 എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ അറിയാം, എക്സാം ക്വസ്റ്റ്യൻസ് ഒന്നും ഒത്തിരി ടഫ് ആയിരുന്നില്ല, മീഡിയം ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ നിങ്ങളിപ്പോൾ തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്താലാണ് ഇനി വരുന്ന സൈക്കിളിലുള്ള റിക്രൂട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് എന്തായാലും ജോലിയിലേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. സാധാരണ നോട്ടിഫിക്കേഷൻ വന്ന് 1.5-2 മാസം കൊണ്ട് തന്നെ എക്സാം നടക്കും. സോ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിക്കരുത്. എല്ലാവരും ഇപ്പോൾ തന്നെ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, അതിലൂടെയും നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ATC JEE പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.